അത്ഭുതപ്പെടുത്തുന്ന ഓർമ്മയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ പഴയ ഇൻസിഡന്റും, അന്നത്തെ ഓരോ ചെറിയ സംഭാഷണ എനിക്ക് ഒന്ന് ഡോക്യുമെന്ററിക്ക് പ്രവർത്തിച്ച ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? മനസ്സിലാവും. ഓരോ ചെറിയ ഇൻസിഡന്റും, അന്നത്തെ ഓരോ സംഭവവികാസങ്ങളും, യാത്രകളും, അന്നുണ്ടായിരുന്ന ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ച ആ സാക്രിഫൈസും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അതിനെ അതിജീവിച്ചതും അതുൾപ്പെടെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഇപ്പോഴും ഒരിടത്തിരുന്ന് സംസാരിച്ചാൽ പഴയ ഏതെങ്കിലും നേതാക്കന്മാരുടെ കാര്യത്തിലേക്ക് പോയാൽ, പൊളിറ്റിക്കലായ ഇൻസിഡൻസിലേക്ക് പോയാൽ, പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോയാൽ ഒക്കെ അതിങ്ങനെ ഒരു സീരീസ് പോലെ, ഒരു മാല പോലെ അതിലിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കോർത്തിണക്കി അതിങ്ങനെ പറഞ്ഞു വരാനുള്ള അസാമാന്യമായിട്ടുള്ള ഓർമ്മശക്തിയും അത് പ്രസന്റ് ചെയ്യാനുള്ള വൈഭവവും ഉള്ള ആളാണ് പ്രിയപ്പെട്ട MM എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ ഒരു മിനിമം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കാര്യം പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു മിനിമം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡോക്യുമെന്ററിയെ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യം, ഇപ്പം കേമൂടെ പറഞ്ഞു, തമൻസാർ പറഞ്ഞു, കാലത്തെ സംഘടനക്ക് അകത്ത് ഒരു കമ്പാരിറ്റീവ് റീഡിങ്ങിന് വേണ്ടി മാത്രമല്ല, ഒരു കമ്പാരിസന് വേണ്ടി മാത്രമല്ല, ഇപ്പം ലേറ്റസ്റ്റ് ആയി വന്നിപ്പം ഒരു വരി പൊളിറ്റിക്സ് അതിന്റെ പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടായത് 2014 മുതലാണ് എന്ന് വരെ വിശ്വസിക്കുന്ന തരത്തിൽ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് നടക്കുന്ന പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയതിനെ ഓർമ്മപ്പെടുത്താൻ വാക്കിനും വരയ്ക്കും ചലിക്കുന്ന ചിത്രങ്ങൾക്കും കഴിയേണ്ടത് ഒരു നെസസിറ്റിയാണ്.